അനു ആദ്യമായിട്ട് സ്റ്റാർ മാജിക് ടമാർ പടാറി വരുമ്പോൾ അതിൻ്റെ ഷോ ഡയറക്ടർ അതിൻ്റെ കോർഡിനേറ്റർ ചോദിച്ചാണ് ഇത് നിൻ്റെ കുഞ്ഞമ്മേരെ മോളാണെന്ന് ചോദിച്ചു. ഞാൻ ഒരു പരിപാടിയും കണ്ടില്ല, ഈ പെണ്ണ് എങ്ങനെ ആരെന്ന് ചോദിച്ചു. അവൾ അതുപോലെ പൈസ സേവ് ചെയ്താണ് പർദ്ദയിട്ടാണ് അവൾ ട്രാവൽ ചെയ്യണം. കാരണം ഇവൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ലോക്കൽ ട്രെയിനിൽ കയറി പോകും. അപ്പോൾ ചില സമയത്ത് ഈ ബസ് ഡിലേ ആവും, 3 മണി 3:30 ആവും അവിടെ എന്തെങ്കിലുമൊക്കെ പണിയിടക്കുന്നുണ്ടാക്കുക. അപ്പോൾ ആ സമയത്ത് പോയാൽ ഇവർക്ക് രാവിലെ ഷൂട്ടിന് കയറാൻ എത്തൂല. ഇവൾ തമിഴ്നാട് ലോറി കയറി പോയിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് വീട്ടിലോട്ട്. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ വെള്ളം ഒഴിച്ചെന്തൊക്കെ വിഷയമൊന്നുമില്ല. ഇപ്പൊ ഒരാൾ പുറത്ത് പോയതൊക്കെ നാടൻ ഭാഷ പറഞ്ഞ ചുണ്ടൊക്കെ കൊടുത്ത് വഴുതണങ്ങി മേടിച്ചു. അതാണ് പരിപാടി. ഈ ഉറങ്ങുന്നതിന് ഉണർത്ത അവിടെ പട്ടിയൊരൊക്കെ പൂച്ച വിളിക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ അല്ലേ. ഞാൻ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും ഏറ്റവും കൂടുതൽ തന്നെ അനുവിന്റെ കണ്ടന്റുകളാണ് കൂടുതൽ കാണുന്നത്. അനു വളരെ സ്ട്രോങ് ആയിട്ട് PR ഉള്ളത് കൊണ്ട് മാത്രമാണ് അനു നിന്നു പോകുന്നത് എന്നാണ് എല്ലാരും പറയുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ രണ്ടുപേരെ കൊണ്ട് ഒരു പോസ്റ്റ് ഇടിപ്പിച്ച് അതെടുത്ത് പച്ച കൊണ്ട് ആനന്ദിച്ചിട്ട് ഒരു കാര്യമില്ല. ഓർഗാനിക്കും ആർട്ടിഫിഷ്യൽ രണ്ടല്ലേ. അപ്പൊ അതില് സത്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അനു സ്വന്തമായിട്ട് ഇന്ന് വരെ എനിക്ക് ഊണ് പോലും മേടിച്ചിട്ടുണ്ട്. പെണ്ണാണ് പബ്ലിക് ടോയ്ലറ്റിൽ പോയപ്പോൾ കൊളാവട്ട ഉപയോഗിക്കുന്ന PR ചെയ്യുമെന്ന് എനിക്കറിയില്ല. PR നല്ല എമൗണ്ട് ഒക്കെ അല്ലേ PR? അതെ. ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു ഷോ ശരിക്കും ഒരു സ്ക്രിപ്റ്റഡ് ഷോ ആയിട്ട് തോന്നുന്നുണ്ടോ? എന്നെ ബിഗ് ബോസിൽ എടുത്തു, ഞാൻ അവിടെ പോയി നിന്നു, ഇവരെനിക്ക് ടാസ്ക് എടുക്കുന്നു. ഞാൻ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഒരാഴ്ച എനിക്ക് അവിടെ സൂചിച്ച് നിൽക്കാം. അവർ പറഞ്ഞ നല്ല സ്ക്രിപ്റ്റ് അവിടെ നടക്കൂ എൻ്റെ അടുത്ത്. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ പോയി ഫുഡ് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. അവർക്കെന്നെ കൈ പിടിച്ച് വയ്ക്കാൻ പറ്റില്ല, നിങ്ങൾ കഴിക്കരുത്. ഒരാഴ്ച കഴിയുമ്പോഴല്ലേ എനിമേഷൻ വരുള്ളൂ. നമസ്കാരം. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ബിഗ് ബോസ് കഫേയിലേക്ക് സ്വാഗതം. അപ്പോ പറയൂ, അഖിലിനെ കാണുമ്പോ തന്നെ എല്ലാരും വിചാരിക്കുന്നുണ്ടോ അഖിൽ എത്തി, അപ്പൊ ഇനി അനുവിനെ കുറിച്ച് മാത്രം സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ, അനുവിനെ ജയിപ്പിച്ച് കപ്പും കൊണ്ട് കൊണ്ടുവരുത്താൻ വേണ്ടിയിട്ടാണോ അഖിൽ ഇവിടെ ഇരിക്കുന്നതെന്നൊക്കെ ആണോ? അഖിൽ പറയൂ. അനുമോളെ പറ്റി പറയുമ്പോൾ അനുമോൾ എൻ്റെ കൂടെ ഒരുപാട് വർഷം ഒരുമിച്ച് വർക്ക് ചെയ്ത ഒരു ആർട്ടിസ്റ്റാണ്. നമ്മളൊരു അനിയത്തി കുട്ടിയെ പോലെയാണ്. അതെ. അപ്പോൾ അനുമോള് ജയിക്കണമെന്ന് സ്വാഭാവികമായിട്ടും ആഗ്രഹമുണ്ട്, എൻ്റെ ആഗ്രഹം. പിന്നെ അത് ബാക്കിയുള്ളവരെ ആരും എനിക്ക് പേഴ്സണലി പരിചയമില്ല, അനുവിനെ മാത്രമേ പരിചയമുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അനു ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഉറപ്പാണ്. എന്റെ ജയിക്കുന്ന തോന്നുന്നുണ്ടോ? എനിക്കെന്നറിയാമോ ഈ ആഗ്രഹിച്ചാ പോരല്ലോ. ജയിക്കും തോന്നുന്നു പറഞ്ഞാൽ ഞാനിത് റെഗുലർ കാണുന്ന ഒരാളല്ലാത്തതുകൊണ്ട് എനിക്കിതിൻ്റെ സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റും അല്ലെങ്കിൽ അതിനകത്തുള്ള പരിപാടികളൊന്നും വലിയ പിടുത്തമില്ല. അപ്പൊ അതിലിനിയിപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത്, കാരണം ഞാൻ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും ഏറ്റവും കൂടുതൽ തന്നെ അനുവിന്റെ കണ്ടന്റുകളാണ് കൂടുതൽ കാണുന്നത്. അപ്പൊ എന്റെ വിചാരം അനു ഒരു എൻഗേജിങ് മെറ്റീരിയൽ ആണ് ബിഗ് ബോസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അപ്പൊ ഈ അനിയത്തിക്കുട്ടി അതിനുള്ളില് എല്ലാരും പറയുന്നത് ഈ അനിയത്തിക്കുട്ടി ഇത്രയും ദിവസം അവിടെ നിൽക്കുന്നത് അനുവിൻ്റെതായിട്ടുള്ള പെർഫോമൻസ് ലെവൽ കൊണ്ടോ അല്ലെങ്കിൽ ഗെയിം നല്ല രീതിയിൽ കളിച്ചത് കൊണ്ടോ ഒന്നുമല്ല. എല്ലാ കൂടെയുള്ള കണ്ടസ്റ്റൻസും പറയുന്നത് അനു വളരെ സ്ട്രോങ് ആയിട്ട് PR ഉള്ളത് കൊണ്ട് മാത്രമാണ് അനു നിന്നു പോകുന്നത് എന്നാണ് എല്ലാരും പറയുന്നത്. കേട്ടു. അപ്പൊ അതില് സത്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അനു സ്വന്തമായിട്ട് ഇന്ന് വരെ എനിക്ക് ഊണ് പോലും മേടിച്ചിട്ടുണ്ട്. പെണ്ണാണ് ഓക്കെ. എനിക്കൊന്ന് പെട്രോൾ വരെ കൊളാവടിക്കുന്ന പെണ്ണാണ് അനു. അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് അറിയില്ല. അതുകൊണ്ട് അവളങ്ങനെ ഞാൻ അറിയുന്ന അനു PR കൊടുക്കാൻ ചാൻസ് ഇല്ല. പബ്ലിക് ടോയ്ലറ്റിൽ പോയപ്പോൾ കൊളാവട്ട ഉപയോഗിക്കുന്ന ടീമിലുള്ളതാണ്. അപ്പൊ അവള് ഇവിടെ PR ചെയ്യുമെന്ന് എനിക്കറിയില്ല. PR നല്ല എമൗണ്ട് ഒക്കെ അല്ലേ PR? എനിക്ക് തോന്നുന്നില്ല അവള് ചെയ്യുമെന്ന്. പക്ഷെ അനു സമ്മതിച്ചിട്ടുണ്ട്, PR ഉണ്ടെന്ന് അനു സമ്മതിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ട്. എല്ലാരും ആദ്യം വളരെ ഫേക്ക് ഫേസിൽ വെച്ച് ഞങ്ങൾക്ക് ആർക്കും ഇല്ലാന്നൊക്കെ. പക്ഷെ ആ വീക്കില് ലാലേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം തുറന്നു. എല്ലാവർക്കും PR ഉണ്ടെന്ന് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തൊരു കാര്യമാണ്. പക്ഷെ അനു പറഞ്ഞു കഴിഞ്ഞിരുന്നു, ഓക്കെ എനിക്ക് PR ഉണ്ട്. പിന്നെ എല്ലാരും ഓരോന്ന് പറയുന്നുണ്ട്, അനു ഇത്രയും പൈസ കൊടുക്കാന്ന് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അഡ്വാൻസ് ഇത്ര കൊടുത്തു എന്നുള്ളതെല്ലാം അതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാരും പറയുന്നത്, കൂടെ ഉള്ളവര് പറയണതാണ്, അനു നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ PR കൊണ്ട് മാത്രമാണ്, അവൾ എന്ത് ഗെയിമാ ചെയ്യണെന്നൊക്കെ എല്ലാരും പറയും. ബിഗ് ബോസ് വോട്ട് വഴിയല്ലേ ബിഗ് ബോസ്? അതാണ് PR ചെയ്യുമ്പോ ഇപ്പൊ ചേട്ടൻ PR വഴി വോട്ട് ചെയ്യൂ. അങ്ങനെ ഞാൻ വിചാരിക്കുന്ന PR എന്ന് വെച്ചാൽ അവളെ ബൂസ്റ്റ് ചെയ്ത് പോസ്റ്റ് ഇടുന്ന PR. അങ്ങനെ ഇടുമ്പോഴാണ് ആൾക്കാര് ഈ ഇപ്പൊ തന്നെ അഖിൽ പറഞ്ഞ എന്താണ്, ഇത് കാണുമ്പോ ഫുൾ അനുവിന്റെയാണ് ഞാൻ കണ്ടോണ്ടിരിക്കുന്നത്, ഫുള്ള് ഫേസ്ബുക്ക്. അപ്പൊ ഏറ്റവും കൂടുതൽ അനുവിന്റെ കണ്ടന്റ് മാത്രം കണ്ടോണ്ടിരിക്കുമ്പോ എല്ലാവർക്കും സ്വാഭാവികമായിട്ട് അനുവിലേക്ക് ഒരിത് തോന്നും. അങ്ങനെ കൂടുതൽ വോട്ടിംഗ് അനുവിലേക്ക് തന്നെ പോകും. അതായത് പൈസ ഉള്ളവന് ജയിച്ചു വരാം എന്നുള്ളൊരു കോൺസെപ്റ്റില്ല. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പരിപാടി എനിക്കും ആവശ്യമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചിലപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം നമ്മളിപ്പോൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത് PR ആയിരിക്കും ഇങ്ങനെ വരുന്നെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. എന്തായാലും
അതും ചിലപ്പോൾ അവളുടെ ഒരു ഗെയിമായിട്ട് അവളുടെ അടുത്ത് അങ്ങനെ എടുത്തോണ്ട് നിയമമില്ലല്ലോ. അതിനൊരു ഗെയിം ആക്കിയിട്ടുണ്ടാവും അല്ലേ? നിയമമില്ലല്ലോ. ബിഗ് ബോസ് റെക്കമെൻഡ് ചെയ്യുന്നതിന് മുമ്പ് PR ചെയ്യാൻ പാടില്ലെന്ന് നിയമമില്ലല്ലോ. അവർക്ക് നല്ല റേറ്റിംഗ് ഉണ്ടെന്ന് തോന്നുന്നു ബിഗ് ബോസിനൊക്കെ അല്ലേ? അതെ അതെ അതെ. പിന്നെ നല്ല റേറ്റിംഗ് ആണ്. പോയ വർഷം ജയിച്ചവരെല്ലാം PR ചെയ്ത് തരുന്ന ആൾക്കാർ തന്നെയാണ് ജയിക്കുന്നത്. എല്ലാവരും ഇതിനകത്ത് പോയ കണ്ടസ്റ്റൻസ് എല്ലാവരും പറയുന്നതാണ് ബിഗ് ബോസിൽ എത്ര ഭംഗിയായിട്ട് നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും, എത്ര നന്നായിട്ട് നമ്മൾ ഗെയിം കളിച്ചു എന്ന് പറഞ്ഞാലും, ഇതിന്റെ ഫൈനൽ വരുന്ന വ്യക്തി, അതായത് വിൻ ചെയ്യുന്ന ഒരാൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ വോട്ടിംഗ് ഏറ്റവും കൂടുതൽ കയറി നിൽക്കുന്ന ആരാണോ അവരെ ജയിക്കുള്ളൂ. അതാണ് ഇതിന്റെ ഒരു അടിസ്ഥാനം എന്നാണ് എല്ലാവരും പറയുന്നത്. സോ ബേസ് അങ്ങനെ ഇരിക്കെ അപ്പൊ പിന്നെ അതുകൊണ്ടാണോ അനു ചില സമയത്ത് അധികം കളിക്കുന്നില്ല എന്നൊക്കെ തോന്നുമ്പോൾ ഇനി അതുകൊണ്ടാണ് എന്തായാലും എനിക്ക് ഇത്രയും വോട്ടുണ്ട് എന്നാ പിന്നെ ഞാൻ അങ്ങനെയൊക്കെ. അവർക്കറിയാൻ പറ്റും വോട്ട് ഇത്രയും ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. എനിക്കറിയില്ല, അത് അവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. പുറത്തെ കാര്യങ്ങളൊന്നും അവർക്ക് അറിയുന്നില്ലല്ലോ. ഞാൻ കാര്യം PR കൊടുക്കാൻ പൈസ കൊടുത്തിട്ട് പോയെന്ന് പറഞ്ഞു. ഇവർ ചെയ്തില്ലേ ഇവിടെ എന്ത് ചെയ്യും? അതൊക്കെ കാണുമായിരിക്കും. അപ്പൊ ഇതൊന്നും അന്വേഷിച്ചില്ലേ അനുവിന്റെ കാര്യത്തില്? അല്ല, ഞാൻ ഈ സത്യം പറഞ്ഞ ഞാൻ ഈ ബിഗ് ബോസ് കാണുന്ന ഒരാളല്ല. പിന്നെ എനിക്ക് ഈ സോഷ്യൽ മീഡിയ ഞാൻ അങ്ങനെ ഈ PR പരിപാടി ഞാൻ ചെയ്ത പടങ്ങളിലായപ്പോലും പലരും പറയും, നീ ഒരു പടം ഇറങ്ങുമ്പോഴത്തേക്ക് നീ ആരെങ്കിലും കൊണ്ടൊക്കെ പോസ്റ്റ് ഇടിപ്പിക്കണം. പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാനെന്ന് വെച്ചെന്നറിയാമോ, നമുക്ക് ജെനുവിനായിട്ട് വരുന്നത് വരട്ടെ, അതല്ലേ ഒരു സന്തോഷം. ഇപ്പൊ ഞാൻ ഇപ്പൊ രണ്ടുപേരെ കൊണ്ട് ഒരു പോസ്റ്റ് ഇടിപ്പിച്ച് അതെടുത്ത് വച്ചുകൊണ്ട് ആനന്ദിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് വർക്കല്ല. ഈ നമ്മൾക്ക് ഓർഗാനിക്കും ആർട്ടിഫിഷ്യൽ രണ്ടല്ലേ. അത് നമ്മളിപ്പോ ഓർഗാനിക് അല്ല ആർട്ടിഫിഷ്യൽ ചെയ്താൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും. ഒന്നും ചെയ്യാതെ ഒരു പടത്തിൽ സൂപ്പറായിരുന്നു പറഞ്ഞ് പോസ്റ്റ് ഇട്ട് കാര്യമില്ലല്ലോ. അപ്പൊ തനിയെ വരുമ്പോൾ വരട്ടെ എന്നുള്ള. അപ്പൊ ഓർഗാനിക്കലി വരുന്നതാണ് കൂടുതൽ താല്പര്യം. അങ്ങനെയാണ് അനുവിന് ഇത്രയും വർഷങ്ങളായിട്ട് അറിയുന്ന ഒരാളും കൂടെ ആയതുകൊണ്ട് ചോദിച്ചോട്ടെ, അനുവിന് ഇപ്പം ഓർഗാനിക്കലി തന്നെ അനു ജയിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ ശരിക്കും അനു അത് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ ഈ ഷോയുടെ ഒരു ഇത് വെച്ചിട്ട് ഇപ്പം ഈ കണ്ടന്റ് ഇല്ലാത്തവരവിടെ നിർത്തുവോ? അല്ലെങ്കിൽ 100 ദിവസം അല്ലെ തേക്കും. ഇപ്പൊ എത്ര ദിവസം അവിടെ നിൽക്കുന്നു. അപ്പൊ അവിടെ എന്തെങ്കിലും ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഷോയിൽ കണ്ടിന്യൂ ആയി പോകുന്നത്. അപ്പൊ അത് ഈ സ്ഥിരമായിട്ട് കാണുന്നെങ്കിൽ ഇത് മനസ്സിലായിരുന്നു. പക്ഷെ എനിക്ക് ഞാൻ സ്ഥിരം കാണാത്തതുകൊണ്ട് എനിക്ക് ഇതിന്റെ അവിടെ ഗെയിം പരിപാടി എന്താണെന്ന് അറിയില്ല. അല്ല, ഗെയിം ഒന്നുമല്ല. അനു എന്ന് പറഞ്ഞ വ്യക്തി അറിയാലോ, അനീത്ത് കുട്ടിക്ക് ഇതിനകത്ത് ജയിച്ചു കഴിഞ്ഞാല് 50 ലക്ഷമാണ് പ്രൈസ്. ഓക്കെ, അപ്പൊ ആ 50 lakhs അനുവിന് കിട്ടുന്നു എന്ന് നമ്മൾ വിചാരിക്കുക. അത് സ്റ്റാർ മാജിക്കിലൂടെയും അനുവിന്റെ വന്ന രീതിയും അനു എത്രത്തോളം കഷ്ടപ്പെട്ടാണ് കുടുംബം നോക്കുന്നതെന്നും അവളുടെ ആ ഒരു ലൈഫും ഇതെല്ലാം അച്ഛനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളും കൂടെയല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കണേ, അത്രയും കഷ്ടപ്പെട്ട് ബിഗ് ബോസിൽ എത്തിക്കഴിഞ്ഞപ്പോ അനുവിന് ഈ ഫസ്റ്റ് പ്രൈസ് അത് ഡിസേർവിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അല്ലേ. പിന്നെ അതായത് അനു ആദ്യമായിട്ട് സ്റ്റാർ മാജിക് ടമാർ പടാറി വരുമ്പോൾ അതിന്റെ ഷോ ഡയറക്ടർ അതിന്റെ കോർഡിനേറ്റർ ചോദിച്ചാണ്, ഇത് നിന്റെ കുഞ്ഞമ്മേരെ മോളാണെന്ന് ചോദിച്ചു. ഞാൻ ഒരു പരിപാടിയും കണ്ടില്ല, ഈ പെണ്ണ് എങ്ങനെ ആരെന്ന് ചോദിച്ചു. കാരണം അവിടെ നിന്ന് ഒരു പരിപാടിയിലുമില്ല. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ടമാർപ്പടാട് തുടങ്ങിയ സമയത്ത് ഈ പരിപാടി. അങ്ങനെ അവള് അർച്ചന എന്ന് പറഞ്ഞ കോർഡിനേറ്റർ നിരന്തരം വിളിച്ചാണ് ഈ ഷോയിൽ വരുന്നത്. സ്റ്റാർ മാജിക് ടമാർപ്പടാട് തുടങ്ങുമ്പം സീരിയൽ ആർട്ടിസ്റ്റ് ആണല്ലോ കൂടുതലും. അപ്പൊ ഇവളൊരു സീരിയലും പുള്ളി കണ്ടിട്ടില്ല. പക്ഷെ ഇവള് ഫസ്റ്റ് എപ്പിസോഡിൽ നിന്ന് രണ്ടാമത്തെ എപ്പിസോഡിൽ നിന്ന് വന്ന് ഇവളുടെ അതായത് ഇവിടെ അതിൽ നിൽക്കാൻ വേണ്ടി അവൾ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് അവിടെ പറഞ്ഞാണ് അവൾ ഇതിലോട്ട് വരുന്നത്. ബേസിക്കലി അവൾ ആർക്കും അറിയില്ല അവളാ. നമ്മളൊരു എപ്പിസോഡിൽ അവളെ ഫസ്റ്റ് എപ്പിസോഡിലെ ഫേസും ഇപ്പോഴത്തെ ഒരു ഡ്യൂറേഷനും ഒന്ന് കാണിച്ചായിരുന്നു. അത് കണ്ട അവൾ അറിയത് പോലും ഇല്ല. അങ്ങനെ വന്നൊരു കുട്ടി അത് കഴിഞ്ഞ് വേറെ ഇന്റർവ്യൂ പറഞ്ഞതാ. ഞാൻ പറഞ്ഞില്ലേ, അവൾ അതുപോലെ പൈസ സേവ് ചെയ്താണ് പർദ്ദയിട്ടാണ് അവള് ട്രാവൽ ചെയ്യണം. ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഒരിക്കൽ ട്രെയിനിൽ ഇരുന്നപ്പോൾ കാണാം ഒരു പർദ്ദയിട്ട് ഒരാൾ ഇതിൻ്റെ മുഖത്തൊരു ഒറ്റ അടി. ഞാൻ ഞെട്ടിപ്പോയി. ഇവളായിരുന്നു. കാരണം ഇവൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ലോക്കൽ ട്രെയിനിൽ കയറി പോകും. ഇവൾ തമിഴ്നാട് ലോറിയിൽ കയറി പോയിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് വീട്ടിലോട്ട്. അതായത് 1:30 2 മണിക്ക് നമ്മളെ ഈ നമ്പർ 1 A1 ബസ്സില്ലേ, കോയമ്പത്തൂർ ബാംഗ്ലൂർ ബസ്, അത് ബുക്ക് ചെയ്താണ് ഞാനും അനുവാണ് ഒരുമിച്ച് പോകണം. കാരണം ഞാൻ ആറ്റിങ്ങിൽ ഇറങ്ങും, അനു ട്രിവാൻഡ്രം പോയിട്ട് ഷൂട്ടിന് പോകും. അപ്പം ചില സമയത്ത് ഈ ബസ് ഡിലേ ആവും. 3 മണി 3:30 ആവും അവിടെ എന്തെങ്കിലുമൊക്കെ പണിയിടക്കുന്നുണ്ടാക്കുക. അപ്പൊ ആ സമയത്ത് പോയാൽ ഇവർക്ക് രാവിലെ ഷൂട്ടിന് കയറത്തൂല. ഇവിടെ അവിടെ നിന്ന് തമിഴ്നാട് ലോറി കൈ കാണിക്കും. അത് കാരണം ട്രിവാൻഡ്രത്തെത്തണ്ടേ, നമുക്ക് സീരിയലിനൊക്കെ എത്തുന്ന ഭയങ്കര പ്രഷറാണ്. രാവിലെ 7:15 6:30 ലൊക്കേഷൻ എത്തില്ലെങ്കിൽ പ്രഷറല്ലേ. ഇവൾ ഒറ്റയ്ക്ക് നിന്ന് എത്രയോട്ട് കരയുന്നേ കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ? കാരണം ഇവർക്ക് മാനേജറോ ഒരു പരിപാടിയില്ല. ഇവള് തന്നെ ഇത് മൊത്തം ഫിനാൻസും ഈ ഡേറ്റ് കൊടുപ്പും പരിപാടി എല്ലാം. അതിൻ്റെ സ്റ്റാർ മാജിക്കുകൾ ഒരൊറ്റെണ്ണം മിസ് ചെയ്യാറില്ല. കാരണം അവളെ ഉയിര് വിടുകയാണ്. ഈ സ്റ്റാർ മാജിക്കൊന്നും മിസ് ചെയ്യാതെ വന്നിട്ട് ഇങ്ങനെ പോകും. പറഞ്ഞിട്ട് രാവിലെ നമ്മളെല്ലാം ഒറ്റ ഹോട്ടലിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവള് ഒരു അപ്പം 9:30 ഷൂട്ടൊക്കെ ചെന്ന് കിടന്നുറങ്ങിയാൽ 1:30 ആകുമ്പോഴത്തേക്ക് ഇവളെ അലാറം വെച്ച് ഇവൾ എണീറ്റ് വിളിച്ച് നമ്മൾ രണ്ടും ഒരുമിച്ച് തൊട്ടടുത്താണ് ബസ്. അവിടെ നിന്ന് കയറി ഇവൾ ബസ്സിൽ കയറി ആ സെക്കൻഡ് അവിടെ ഇരുന്ന് ഉറങ്ങി നേരെ പോയി അടുത്ത ലൊക്കേഷൻ.
അത്രയ്ക്ക് അവൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുള്ള കേസാണ്. അപ്പം നമുക്ക് അതുകൊണ്ട് അറിയാം എല്ലാ ഇതും അത്രയും ഓടി നിന്ന്. അതുകൊണ്ടാണ് അവള് പിന്നെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ അവളെ ഫാമിലി എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ്റെ കാര്യം അമ്മയുടെ കാര്യം ഇവള് അതായത് ഇപ്പം പറഞ്ഞു ചേട്ടാ എനിക്ക് കല്യാണം കഴിക്കാനുള്ള എല്ലാം, കാരണം അവൾ വീട്ടുകാരെ ആശ്രയിക്കുന്നില്ല, കാരണം അവൾ അത്രയും കഷ്ടപ്പെട്ട് വന്ന ഒരു ഇതാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ, കാരണം നമ്മളെ മുമ്പ് വളർന്നതാണ്. ഞാൻ അനുവിനെ കാണുമ്പം അനുവിന് എന്നെ അറിയാം. അന്ന് ഞാൻ കോമഡി സ്റ്റാറും മറ്റേ ഇതൊക്കെ ചെയ്തോണ്ട് എനിക്ക് അനുവിനെ അറിയില്ലായിരുന്നു. ഒരു സീരിയലിലും ഒന്നിലും കണ്ടില്ല. ആ കുട്ടി നമ്മളെ മുമ്പ് ഇതേപോലെ ഇനാഗുറേഷൻ ചെയ്യുന്നു. ഞാൻ തന്നെ അനുവിന് എത്ര പേര് വിളിച്ചിട്ട് അനുമോൾ ഇനാഗുറേഷൻ കിട്ടുമെന്ന് ചോദിച്ചിട്ട് എത്ര ഇനാഗുറേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ മുമ്പ് കണ്ടുവരുന്ന ഒരാളാകുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അത്. അതാണ് അപ്പോൾ അവളുടെ ഒരു കഠിനാധ്വാനം തന്നെയാണ്. ബിഗ് ബോസിൽ അവളെ വിളിച്ച് അവിടെ വരെ എത്തിയെന്ന് പറയുന്ന വലിയൊരു ഷോ ഇല്ലേ, നമ്മളാരും എക്സ്പീരിയൻസ് ചെയ്ത ഷോ ആണ് ബിഗ് ബോസ്. നമുക്ക് ആർക്കും അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അവർക്ക് നമ്മളെ പറ്റി ഒരു കാര്യം പറയാം, ഞാൻ ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അത് നമുക്കാർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന പരിപാടി. 100% തികയ്ക്കുകയും ചെയ്യും, ഒപ്പം അവിടുന്ന് കപ്പും കൊണ്ട് വരികയും ചെയ്യും. അതെ, അല്ല എനിക്കതാണ് പേഴ്സണലി ഇഷ്ടം, കാരണം അവിടെ ഉള്ള എനിക്ക് വേറെ അറിയാവുന്ന എല്ലാവരും പുറത്തായി. അപ്പാനി ശരത്ത് അങ്ങനെ കുറച്ചുപേരെ അറിയാന്നുള്ളായിരുന്നു, ബാക്കി ആരെയും അങ്ങനെ വലിയ പരിചയമില്ല. ഷാനവാസിനെ അറിയാം, എന്നാലും നമ്മൾ പേഴ്സണലി വലിയ ബാക്കി പിന്നോടുള്ള ആരെയും അങ്ങനെ പേഴ്സണലി പരിചയമില്ല. ഓക്കെ, ഇനി ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ അനു ഇപ്പം സ്റ്റാർ മാജിക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞു അനു വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. എവിടെയൊക്കെ സീരിയലിന് പോയാൽ അവളുടെ മനസ്സിൽ സ്റ്റാർ മാജിക് ആണെന്ന് ഇപ്പൊ പറഞ്ഞല്ലോ. അത്ര അധികം സ്റ്റാർ മാജിക്കിനെ ഇഷ്ടപ്പെടുന്ന ഒരു അനു അവിടെ എത്തിക്കുമ്പോൾ നിങ്ങൾ അവിടുത്തെ എന്തെങ്കിലും ഒരു ഗെയിമും സ്ട്രാറ്റജിയും പ്ലാനും ഒക്കെ പറയുമ്പോൾ എത്രത്തോളം ഇൻവോൾവ് ആണ് അനു അതിനകത്ത്? അവൾ അതിലെപ്പോഴും ഫണ്ണ് കാണാനാണ് നോക്കണം. അവിടെ ഫൺ വേണമല്ലോ. ഇപ്പൊ സ്റ്റാർ മാജിക്കിനെ സംബന്ധിച്ചുള്ള ഒരു ഗെയിം വിൻ ചെയ്യുന്നതല്ല കാര്യം, ആ ഗെയിം പ്ലേ ചെയ്യുമ്പോൾ അതിലൊരു ഫൺ ഉണ്ടാക്കി പോകുക എന്നുള്ളതാണ്. കാരണം അവിടെ ഈ ഗെയിം ജയിച്ചൊന്നും അവാർഡൊന്നും കിട്ടാതില്ല, ഫൺ എന്റർടൈൻമെന്റ് പരിപാടിയാണല്ലോ. അവൾ എപ്പോഴും ഒരു ഫൺ കാണിക്കും, അവളേതായ കള്ളത്തരങ്ങൾ കാണിക്കും, അത് പിടിക്കും, അതൊരു ഫണ്ണാവും, അങ്ങനത്തെ പരിപാടിയാണ് സ്റ്റാർ മാജിക്കിൽ. അപ്പൊ അവൾ മിക്കുന്നത് എന്റർടൈൻമെന്റ് ആക്കാൻ നോക്കും. അതായത് അതിലൊരു ഫൺ ഉണ്ടാക്കി, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം കള്ളത്തരം കാണിക്കലെന്ന് പറഞ്ഞാൽ കള്ളത്തരം കാണിക്കും, അതിൽ അവളുടെ ഒരു ചൈൽഡിഷ് പരിപാടിയൊക്കെ വെച്ചിട്ട് അവൾ ആ ഒരു റൂട്ടിൽ നിന്ന് അങ്ങനത്തെ പരിപാടിയാണ് അവള്. അല്ല, അപ്പം സ്റ്റാർ മാജിക്കിൽ ഇപ്പം അഖിൽ ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്, സ്ക്രിപ്റ്റ് എഴുതുന്ന ആളാണ്. ഓരോന്നും നിങ്ങൾ പറയും ഇന്നത് ഇങ്ങനെയൊക്കെ തന്നെ പോണം എന്ന്. അപ്പൊ അവിടെ അനുവിൻ്റെതായിട്ടുള്ള രീതിയിൽ അനു അവിടെ ഗെയിമിനെ സ്വിച്ച് ചെയ്ത് മാറ്റുമ്പോൾ അത് എപ്പോഴെങ്കിലും ഒരു എപ്പിസോഡിനെ അല്ലെ പ്രോഗ്രാമിനെ ബാധിക്കുന്നതായിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ വന്നിട്ടില്ല. കാരണം അവൾ ഒന്ന് കളം പിടിച്ച് അനുമോൾ ആ ഒരു കോംബോ അവളുടെ ഒരു എന്താണ് അവളെ ഒന്ന് ജനങ്ങൾ ഏറ്റെടുത്ത് ഒരു അനിക്കുട്ടി, ഒരു അനിയത്തിക്കുട്ടി, ഒരു കുട്ടിത്ത പരിപാടിയൊക്കെ ആയിട്ട് വന്നതിന് ശേഷം അവൾ കാണിക്കുന്നതെല്ലാം ആ ഒരു റൂട്ടിലാണ് ആൾക്കാർ എടുത്തിട്ടുള്ളത്. അങ്ങനെ അങ്ങ് പോകും. കാരണം അവൾ ആ ഒരു ലൈസൻസ് ആൾക്കാരെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു കിളി പോയ പരിപാടിയുള്ള ഒരു മീറ്ററിലാണ് അവൾ അവിടെ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു ഇതിലങ്ങ് ഓടിപ്പോകുമായിരുന്നു. ഓക്കെ, അപ്പൊ ഈ സ്റ്റാർ മാജിക്കിന്റെ വിജയത്തിന്റെ ഒരു ഭാഗത്തിന്റെ ഒരാളുടെയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് എഫേർട്ട്, എന്നാലും അനു എന്ന് പറയുന്ന ഒരാളുടെ പ്രസൻസ് ശരിക്കും ആ ഒരു പ്രോഗ്രാമിന്റെ വിജയത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അതെല്ലാവരും ഞാൻ പറഞ്ഞു സ്റ്റാർ മാജിക് എന്ന പരിപാടിയുടെ വിജയത്തിന്റെ പിന്നിൽ ഈവൻ ആർട്ട് ഉൾപ്പെടെ ഒരു സിനിമ പോലെ തന്നെയാണ്. ആർട്ട് ഉൾപ്പെടെ, കോസ്റ്റ്യൂം ഉൾപ്പെടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്, ക്യാമറ ആയാലും എല്ലാ ഡിപ്പാർട്ട്മെന്റും, മേക്കപ്പ് ഉൾപ്പെടെ. അതായത് അനൂപ് ജോൺ എൻ്റെ ഡയറക്ടർ, ഞാൻ പുള്ളിയുടെ കൂടെ എനിക്കൊന്ന് ഇപ്പോൾ ഒരു 10-12 വർഷമാകും തുടങ്ങിയിട്ട്. 10 വർഷം മേലെ എന്തായാലും ആകുന്നു. അപ്പം അതൊരു ഭയങ്കര ഗ്രൂപ്പ് വർക്കായിരുന്നു. എല്ലാവരും, അത് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ, അതിലുള്ള ക്രൂവിലുള്ള എല്ലാവരും അത്രയ്ക്ക് ഡെഡിക്കേഷനാണ് ആ ഷോ. കാരണം ഒരു 7 വർഷം കണ്ടിന്യൂസ് പോയ ഷോയാണ്. നമ്മളൊരു വീട് പോലെയാണ്. കാരണം നമ്മളത് ആഴ്ചയിൽ 7 ദിവസം പോയിട്ടുണ്ട്. 6 days എപ്പിസോഡും 7ാമത്തെ ദിവസം ഇവന്റും 3.5 മണിക്കൂർ കണ്ടന്റ്. അത്ര പോയിട്ടുള്ളൊരു ഷോയാണ്. അതായത് 1000-ൽ മേലെ എപ്പിസോഡ് പോയിട്ടുണ്ട്. എണ്ണി നോക്കിയാൽ എത്രയും മണിക്കൂറാണ് ജനങ്ങൾ ആ പരിപാടി കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അത്രയും വലിയ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര അതിൽ എനർജി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൽ വന്ന എല്ലാ ആർട്ടിസ്റ്റുകളും ഇല്ലേ, എത്ര ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു, എത്രയോ പേരതിൽ വന്ന്. പിന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇങ്ങോട്ട് വിളിക്കുമായിരുന്നു, ഞങ്ങൾ വന്നോട്ടെ, അല്ലെങ്കിൽ ഓഡീഷൻ വരാമെന്നൊക്കെ പറഞ്ഞ് ആർട്ടിസ്റ്റുകൾ വരുമായിരുന്നു. അങ്ങനത്തെ പരിപാടിയായിരുന്നു. നമ്മൾ ബിഗ് ബോസ് കഫേയിലാണ്. ദാ കോഫി വന്നിട്ടുണ്ട്, അത് കുടിച്ചുകൊണ്ട് സംസാരിക്കാം. ചൂടുണ്ടോ? അപ്പൊ നമ്മൾ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് കഫേയിൽ ഇരിക്കുന്നത് എറണാകുളം നോർത്തിലുള്ള സെനറ്റ് ഹോട്ടലിലാണ്. അപ്പൊ അവിടെ ഇരുന്നിട്ട് ഇപ്പം കോഫി കുടിക്കുന്നു. ഇഷ്ടപ്പെട്ടല്ലോ കോഫി? യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് വീണ്ടും അനുവിലേക്ക് വരാം. സ്റ്റാർ മാജിക്കിന്റെ എല്ലാവരും ഇത് ഈക്വലി അതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ് പറഞ്ഞു, മനസ്സിലാക്കി. ഇപ്പം എന്താ പറയാ, ഒരു എപ്പിസോഡിലെങ്കിലും അനു ഇല്ലാതിരിക്കുകയാണെങ്കിൽ അവിടെ ശരിക്കും അത് എന്താ പറയാ, അനുവിന്റെ ആബ്സെൻസ് അത്രയ്ക്കും മിസ്സിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ആണോ? പിന്നെ അത് നമ്മളിപ്പോ അതിലുള്ള സ്ഥിരമായിട്ടുള്ള ആരില്ലെങ്കിലും അതൊരു മിസ്സിംഗ് നമുക്ക് എന്തായാലും ഫീൽ ചെയ്യും. പക്ഷെ അത് നമ്മൾ അവളുടെ അടുത്ത് വിളിച്ച് പറയും,
നീ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഷൂട്ട് കയറുള്ളൂ ഭയങ്കര രസത്തോടെ അവർക്ക് ഭയങ്കര സങ്കടമാണ് ആ ഒരു പരിപാടി പറയുമ്പോഴേ നമ്മൾ ചുമ്മാ വട്ടളക്കാൻ വേണ്ടി പറയും നീ ഇല്ലാത്തതുകൊണ്ട് ചേട്ടാ ഞാൻ ഇല്ലാത്തതിന്റെ എന്തെങ്കിലും കുറവുണ്ടായിരുന്ന കേട്ടാ നീ ഇല്ലാത്ത ആൾ തിരക്കി പോലും ഇല്ലാത്ത പറയും. അപ്പൊ അത് ഭയങ്കര സങ്കടമാണ് അവള് നമ്മളുടെ കിളത്താൻ വേണ്ടി ഓരോന്ന് പറയും. പക്ഷെ അവൾക്ക് ഭയങ്കര ഇത് അവൾ വളരെ മിസ് ചെയ്തിട്ടില്ല. മിസ് ചെയ്യുമെങ്കിലും ഭയങ്കര എക്സ്ക്യൂസ്. അവൾ എനിക്കൊന്ന് സ്റ്റാർ മാജിക്കിന് വേണ്ടി അതൊക്കെ പരിപാടി കളഞ്ഞിട്ടുണ്ടോ നല്ല ആ സീരിയസ്ലി. അവൾക്ക് ഇനിയിപ്പം അവൾ പുറത്തിറങ്ങി വരുമ്പോൾ ചോദിച്ചു നോക്കിയാൽ ഇപ്പൊ ഈ സ്റ്റാർ മാജിക്കില് അനുവിനെ പോലെ തന്നെ കുറെ നാള് സ്റ്റാർ മാജിക്കിന്റെ ഭാഗം തന്നെയായിരുന്നു സുധിച്ചേട്ടനും. അപ്പൊ നമ്മള് ഈ ബിഗ് ബോസിൽ നമ്മൾ കണ്ടതാണ് രേണു സുധിയും നമ്മൾ അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാമില് രേണുവിന് തന്നെ ഡെയിലി വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പോണം എനിക്ക് എന്നെ ഒന്ന് ഇവിടെ നിന്ന് ഇറക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വോക്കൗട്ട് ചെയ്ത് ഇറങ്ങിയതാണ്. അതും ഇപ്പൊ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും റീൽസിലാണെങ്കിൽ പോലും രേണുവിന്റെ ഇതുപോലെ കണ്ടിരുന്നോ സീസൺ 7-ലെ? കണ്ട് എന്താണ് അവരെല്ലാം ഇറിറ്റേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഭ്രാന്തെടുത്ത് അവിടെ കിടന്ന് എനിക്ക് പോകണമെന്ന് പറയുന്നത് എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ ഞാൻ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്ന് രേണു ഇപ്പോഴല്ലേ ഫീൽഡിലോട്ട് വന്നത്. അപ്പം ഈ ബിഗ് ബോസ് എന്താണെന്നോ അല്ലെങ്കിൽ അത് എനിക്കൊന്ന് പറ്റിക്കാണില്ല. അല്ലെങ്കിൽ പിന്നെ ഒരാള് ബിഗ് ബോസ് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ ഇട്ടെറിഞ്ഞ് വരില്ലല്ലോ. അപ്പൊ അവർക്ക് അത് കംഫർട്ടായി കാണില്ല. ഓക്കെ. ഇപ്പൊ അഖിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്, കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഒരു ഷോ കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് കറക്റ്റ് ആയിട്ട് നന്നായിട്ട് അറിയാവുന്ന ഒരാളും കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഷോയുടെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ്, ഒരു ഷോ എങ്ങനെ പോകണം എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരു എന്താ പറയുക ഒരു ധാരണ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ഓരോരുത്തരും അതിലേക്ക് അസൈൻ ചെയ്യുന്നത് അല്ലേ? അപ്പൊ അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഓരോരുത്തരും നിങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വന്നിട്ട് കുറച്ച് നാളുകൾ ഷോ പോയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വോക്കൗട്ട് ചെയ്ത് ഒരാൾ പോയി കഴിഞ്ഞാൽ അത് ശരിക്കും ഷോയെ ബാധിക്കില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു വല്ലാത്തൊരു ഫീല് തോന്നില്ലേ? അത് തോന്നും അല്ലേ? പിന്നെ വേറെ കാര്യം പറയുമ്പോൾ നമുക്കൊരു കംഫർട്ടായ സ്ഥലത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ഓക്കെ ആയിരിക്കും. ഇപ്പം ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് നമുക്ക് കംഫർട്ടാണ്. അപ്പോൾ നമ്മൾ കംഫർട്ടായിട്ട് സംസാരിക്കുന്നു. ഇത് എന്തെങ്കിലും എനിക്ക് ഇറിറ്റേഷൻ വന്നാൽ അത് എൻ്റെ ബേസിക്കാണ് ഇല്ലേ? അപ്പം അതുപോലെ ചിലർക്ക് എന്താണ് ആ ഷോ ചിലർക്ക് നന്നായിട്ട് വർക്കാവുന്നവരുണ്ട്. ചിലർ ഈ പറഞ്ഞ വേറെ ഏതൊരു ആരാ പറയുന്നുണ്ട് എത്ര വർഷമായിട്ട് ഇതിനു വേണ്ടി കാത്തിരുന്ന് മറ്റേ ട്യൂഷന് പോണ ആൾക്കാർ വരുന്നുണ്ട് ബിഗ് ബോസിൽ കയറാൻ വേണ്ടി. സീരിയസ്ലി ഞാൻ കേട്ടതാ. അതായത് ബിഗ് ബോസിൽ ഒന്ന് പറഞ്ഞ ഷോയ്ക്ക് വരാൻ വേണ്ടി അങ്ങനെ ആൾക്കാരുണ്ട്. അപ്പൊ അത്രയും ഒരു ഇതുള്ള ഷോ അല്ലേ. അപ്പൊ ഒരാളുടെ ചാൻസ് രേണു കളഞ്ഞു, അല്ലെ രേണു കുറച്ച് ദിവസം ചെന്ന ഉടനെ തന്നെ അയ്യോ ഇത് എനിക്ക് പറ്റുന്നില്ല അപ്പൊ അതിന് വോക്കൗട്ട് ചെയ്ത് ഇറങ്ങിയപ്പോൾ ഒരാളുടെ ചാൻസ് അല്ലേ ഇവിടെ പോയത്? അത് പറയാൻ പറ്റില്ല. അത് അവരുടെ ഇഷ്ടം. ഇപ്പൊ അവര് ചിലപ്പം അതിപ്പോ നമുക്ക് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പം എന്താണ് വേറെ ചാൻസ് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വൈൽഡ് കാർഡിൽ വേറെ ആൾക്കാർ വരുന്നില്ലേ? അല്ലെങ്കിൽ അല്ല അതൊക്കെ അവർ ഇഷ്ടത്തോടെ വരികയാണ്. രേണു ഇഷ്ടത്തോടെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇതിൽ വേണമെന്ന് ഇഷ്ടത്തോടെ വിചാരിച്ചു അവിടെ ചെന്നു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സെറ്റ് ആവുന്നില്ല, എനിക്ക് തിരിച്ചു പോകണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്ന് തിരിച്ചു പോന്നു. അങ്ങനെ പോകുന്ന ഒരേ ഒരാൾ രേണുസുതി മാത്രമേ ഉള്ളൂ അവിടുന്ന് വോക്കൗട്ട് ചെയ്ത് ഇറങ്ങിയത്. സ്വന്തം ഇഷ്ടത്തിൽ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അതായിരിക്കുന്നത്. അത് ശരിക്കും ഒരു വേറെ ചാൻസ് പോകുന്ന കേസാണ്. പക്ഷെ അവർക്ക് കംഫർട്ടായി കാണില്ല. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയൊരു ഷോ ആണെന്നൊക്കെ അറിഞ്ഞു ഒരിക്കലും പോയിട്ടുള്ളത്. പിന്നെ എനിക്ക് അവിടെ പിന്നും പിടിച്ചു നിൽക്കാം അല്ലെങ്കിൽ എന്നല്ലേ വിചാരിക്കൂ. അപ്പൊ അവർക്ക് അതിന് ബോധേടായിരിക്കില്ല. ആ ഒരു കേസിൽ വെളിയിൽ പുറത്ത് വന്നാലും വേറെ വർക്കും പരിപാടികളൊക്കെ ആയിട്ട് പോവാം എന്നുള്ള പരിപാടിയായിരിക്കും അവർക്ക് സെറ്റ്. ഇനി ഞാൻ 1-2 റീൽ കണ്ടപ്പോഴത്തേക്ക് എനിക്കൊന്ന് അവർ ഭ്രാന്തെടുത്തൊന്നും നിറയും പോയത്. കാരണം അവിടെ ഗെയിം അല്ലേ, ഒരു ഇത്രയും പ്രതീക്ഷയാണില്ലല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ ഇട്ട് വട്ടടിപ്പിക്കുന്നത് അതാണെന്നുള്ളത്. ചിലര് പെട്ടെന്ന് വിചാരിക്കും ഇത് ഗെയിമാണെന്ന്, ചിലർ വിചാരിക്കും ഇത് റിയൽ ആണ്. അത് ചിലപ്പം എന്താണ് ചിലര് പറയുന്നുണ്ട് ബിഗ് ബോസ് കാണുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഒരു വെൽ സ്ക്രിപ്റ്റഡ് ഷോ ആണെന്ന്. ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിൽ അഖിലിന്റെ അടുത്ത് ചോദിക്കട്ടെ, ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ ഇതിപ്പം ഈ ഒരു സീസൺ കണ്ടിട്ടില്ല പക്ഷെ എന്നാലും മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു പ്രോഗ്രാം ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു ഷോ ശരിക്കും ഒരു സ്ക്രിപ്റ്റഡ് ഷോ ആയിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം പറയാം. നമ്മളൊരു മലയാളം ഒരു സീരിയൽ തുടങ്ങി. ഈ സീരിയലിന്റെ ട്രാക്ക് പോകുമ്പോൾ ഇതിൽ ജനങ്ങൾക്ക് എൻഗേജ് ആവുന്ന ട്രാക്ക് ഏതാണെന്ന് മനസ്സിലായിട്ട് ആ ട്രാക്ക് ആയിരിക്കും പിന്നെ ഡെവലപ്പായി പോണത്. ആണോ അല്ലയോ? അതെ. അത് ഇപ്പം ടാം റേറ്റിംഗ് എടുത്താലും ഒരു മിനിമം ഒരു പ്രോഗ്രാമിന് ഏത് പർട്ടിക്കുലർ ഏരിയയിലാണ് റേറ്റിംഗ് ഹൈ ആവുന്നതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ആ ഏരിയ ആയിരിക്കും അവർ പിടിക്കുന്നത്. ഇതുപോലെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടിക്ക് അവർക്ക് അറിയാൻ പറ്റും ഇത് ഏത് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഏത് കണ്ടന്റിനാണ് അവിടെ ആൾക്കാരിലോട്ട് എത്തുന്നത്. അവർ ആ കണ്ടന്റ് ബൂസ്റ്റ് ചെയ്യും. അതവർക്ക് ബൂസ്റ്റ് ചെയ്യാമല്ലോ, കാരണം അവരല്ലേ കമാൻഡ് കൊടുക്കുന്നത്. അവർക്കത് ഉറപ്പായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ടാസ്ക് ഇടാൻ പറ്റും. അതിന് അല്ലെങ്കിൽ ഇറിറ്റേഷൻ ചെയ്യണമെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യിക്കാൻ പറ്റും. അതെന്തായാലും പറ്റുമല്ലോ. നമ്മളിപ്പം ഫീഡ്ബാക്കും ബാക്കി കൺട്രോൾ മൊത്തം നമ്മുടെ കയ്യിലല്ലേ അവരകത്താണെങ്കിലും. അത് ഉറപ്പായിട്ടും പറ്റുമായിരിക്കും. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് അതെന്തായാലും നമുക്ക് എങ്ങനെ പറ്റും. അത് ബേസിക് ഒരു പരിപാടിയല്ലേ. ഇപ്പോൾ എല്ലാവർക്കും എല്ലാം അറിയാമല്ലോ കാര്യങ്ങൾ. ഇപ്പോൾ അപ്പം കണ്ടന്റ് ഉള്ള ആളിനായിരിക്കും എപ്പോഴും
ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതേപോലെ തന്നെ അതൊരു കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റഡ് ഷോ എന്ന് പറയാൻ പറ്റുമോ? സ്ക്രിപ്റ്റഡ് ഷോ എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ എന്നെ കൊണ്ടൊരു സാധനം ചെയ്യിക്കുന്നു, ഞാൻ ചെയ്തില്ലെങ്കിൽ അവരെ സ്ക്രിപ്റ്റോടെ പൊളിഞ്ഞില്ലേ. ഇപ്പൊ നമ്മൾ തമ്മിൽ ഇരിക്കുന്നു, ഇപ്പൊ ഒരു ടാസ്ക്, ഇപ്പോ ചേച്ചിക്ക് ഒരാൾ ടാസ്ക് തന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാൻ പറയുന്നു, ഞാൻ ഇത് എനിക്ക് ചിന്തിക്കാമല്ലോ, ഇത് എനിക്കുള്ള അടുത്ത യുദ്ധമാണ്, ഇത് വെളിയിറങ്ങി ഈ സാധനം ഇന്റർവ്യൂ വെളി വന്നാൽ ഇതെനിക്ക് പണി കിട്ടും, എനിക്ക് മിണ്ടായിരിക്കാമല്ലോ, എന്നെ പ്രയോഗിപ്പിക്കാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാൻ പറ്റുമായിരിക്കും, എനിക്ക് ഉത്തരം സ്കിപ്പ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ വെള്ളം ഒഴിച്ചെന്തൊക്കെ വിഷയമൊന്നുമില്ലേ ഇപ്പൊ ഒരാൾ പുറത്തു പോയതൊക്കെ, അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അത് ഗെയിമാണെന്ന് നമുക്കറിയാൻ പറ്റും. വീട്ടിൽ നിന്ന് സാധാരണ ഒരു ഓഡിയന് അതറിയാൻ പറ്റുമോ ഇതൊരു ഗെയിമായിരുന്നു, അങ്ങനെ ചെയ്യാൻ അല്ലേ? അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുമ്പം പിന്നെ ഇതിൽ എനിക്ക് അൾട്ടിമേറ്റ്ലി റേറ്റിംഗ് ആണ് ഏതൊരു ഷോയുടെ ഇല്ലേ. നമ്മൾ ഇന്ന് വരെ ഏതെങ്കിലും പരിപാടി ജനനന്മയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ മറ്റേ നമ്മുടെ ഈ എനിക്ക് തോന്നുന്നു ദൂരദർശനിലാണ് മറ്റേ പരിപാടി ഏതാണ്, കാർഷിക രംഗം, ആ പരിപാടിയൊക്കെ ഇപ്പോൾ ഉണ്ടോ? അല്ലെങ്കിൽ മറ്റേ വയലും വീടും എനിക്ക് അതൊക്കെയല്ലേ ഇപ്പോഴും പ്രൈം ടൈമിൽ പോകേണ്ടത്. അപ്പോൾ എന്താണ് റേറ്റിങ്ങിന് മെറ്റീരിയൽ റേറ്റിംഗ് വരുന്ന പരിപാടികൾ പോകണം. അൾട്ടിമേറ്റ്ലി അത് തന്നെയാണ് അല്ലേ. ഇപ്പോൾ യൂട്യൂബിലായാലും ഇതിലായാലും കണ്ടന്റ് എവിടെ ജനറേറ്റ് ആകുന്നു അതിൻ്റെ പുറകെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കും, അതിനെ സപ്പോർട്ടുള്ളൂ ഇല്ലേ. നമ്മൾ കണ്ടിട്ടില്ലേ ചുമ്മാ ഒരു കാർഡ് എടുത്തിട്ടുണ്ട് ഈ കലാകാരന് എത്ര ലൈക്ക്, ഫുള്ള് തെറിവിളിയായിരിക്കും, ഈ ആരുടെ ഏതാണെന്ന് ചോദിച്ചുകൊണ്ട്. അതേപോലെ ആൾക്കാർ ഇതാണ് ഇപ്പോഴത്തെ പരിപാടി. നമ്മൾ തന്നെ ഇപ്പൊ സംസാരിക്കുമ്പോൾ നമ്മളൊരു സമൂഹത്തിനെ പേടിച്ചിട്ടല്ലേ സംസാരിക്കണം അല്ലേ. പണ്ട് ഇതൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് അല്ലേ, അതാണ് സോഷ്യൽ മീഡിയനെ പേടിച്ചിട്ട് എങ്ങനെയൊക്കെ ഇത് വരും. അതെ, നമ്മൾ എങ്ങനെ സേഫ് ആയിട്ടിരിക്കാം, നമുക്കൊരു ഇതായിട്ട് അങ്ങനെ അതാണ്. പിന്നെ നമ്മൾ പറയുമ്പം നമുക്ക് യുക്തിക്ക് നടക്കുന്ന നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറയുന്നു, അത്രേ ഉള്ളൂ. ചിലപ്പോൾ അത് ചിലർക്ക് വർക്കാവും ചിലർക്ക് വർക്കാവില്ല, അത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ. ഇപ്പൊ വെള്ളം ഒഴിച്ചത് കണ്ടു എന്ന് പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അനുവിന്റെ ബെഡിലെ നെവിനാണ് വെള്ളം ഒഴിച്ചത്. ആ സീക്വൻസ് ഫുൾ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ ആ റീൽ കട്ട് വന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ, അതല്ലേ? അപ്പം അങ്ങനെയൊക്കെ അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് നെവിൻ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവോക്ക് ചെയ്ത് ആദ്യം അനു പോയി കിടക്കുകയായിരുന്നു. അപ്പം അനു അത്രയും ഡീപ് സ്ലീപ്പ് ഒന്നും ആയിരുന്നില്ല, കണ്ണു തുറന്ന് തന്നെ കിടക്കായിരുന്നു. പക്ഷെ അനുവിനെ ചെയ്യാനായിട്ട് നെവിൻ പോയി വെള്ളം മുഖത്തേക്ക് തെളിച്ചു. ആ ദേഷ്യത്തിന് എണീറ്റ് വന്നിട്ട് അനു വന്നിട്ട് കുപ്പിന്ന് വെള്ളം നെവിന്റെ മുഖത്തേക്ക് ഒഴിച്ചു. അപ്പൊ അതിലാണ് നെവിൻ പ്രൊവോക്ക് ചെയ്തിട്ട് കുറെ ബക്കറ്റിൽ ഫുൾ അനു ഒഴിച്ചു. അതുകൊണ്ടാണ് നെവിൻ വന്നിട്ട് അതിനെക്കാട്ടിലും വെള്ളം വന്നിട്ട് അനുവിന് ബെഡിൽ കിടക്കാൻ പോലും പറ്റില്ല. അതുപോലെ ബെഡ് നിറഞ്ഞ് ഫുൾ ഇങ്ങനെ നനഞ്ഞു കൊതുന്ന പോലെ വെള്ളം ഷോട്ട്. അല്ല ആക്ച്വലി ഇപ്പൊ ഗെയിം ഒക്കെ നിങ്ങളും ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ചോദിക്കുക, ഇങ്ങനെയൊക്കെ ഗെയിമിൽ വരുമ്പോഴത്തേക്ക് ചിലതൊക്കെ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ ഈ ഗെയിമിന്റെ ഭാഗമായിട്ട് ചെയ്താലും പക്ഷെ ചിലപ്പോ കൈവിട്ടു പോയിന്നോ, കൈവിട്ടു പോകും. അത് ചിലപ്പോ കൈവിട്ട് പോണതാ. ഇപ്പം ഓൾറെഡി ഇപ്പം ചേച്ചി ഒരുപാട് അറിയണത് അനു അങ്ങോട്ട് ഒഴിച്ചു. അതായത് നാടൻ ഭാഷ പറഞ്ഞ ചുണ്ടയ്ക്ക് കൊടുത്ത് വഴുതണങ്ങി മേടിച്ചു, അതാണ് പരിപാടി. അപ്പൊ അവൻ തലവഴി വെള്ളം ഒഴിച്ച് ബെഡിൽ വെള്ളം കോരി ഒഴിച്ചു. പിന്നെ അതിന്റെ ഈ ആഫ്റ്റർ ബിഫോറും നമുക്ക് അറിഞ്ഞൂടാത്തോണ്ട് ഈ കറക്റ്റിനെ പറ്റി പറയാൻ പറ്റില്ല. അവൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തിരിച്ചൊഴിച്ചു. എന്താണ് അപ്പം പിന്നെ ഈ ഉറങ്ങുന്നതിന് ഉണർത്ത അവിടെ പട്ടിയൊരൊക്കെ പൂച്ച വിളിക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ അല്ലേ, അങ്ങനത്തെ പരിപാടിയൊക്കെ ഇല്ലേ. ഇപ്പൊ ബിഗ് ബോസ് വേറെ കാര്യമുണ്ട്. ഇപ്പം എന്നെ ബിഗ് ബോസിൽ എടുത്തു, ഞാൻ അവിടെ പോയി നിന്നു, ഇവരെനിക്ക് ടാസ്ക് തരുന്നു, ഞാൻ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഒരാഴ്ച എനിക്ക് അവിടെ സൂചിച്ച് നിൽക്കാം, എനിക്കവിടെ പോയി ഫുഡ് കട്ട് തിന്നാം, ഒന്നും ചെയ്യണ്ട, കാലുമേ കാലും കയറ്റി ഇരുത്തി എനിക്കവിടെ ഇരിക്കാം. ഒരാഴ്ച കഴിയുമ്പോൾ എന്നെ പറഞ്ഞു വിടും. അവർ പറഞ്ഞ നല്ല സ്ക്രിപ്റ്റ് അവിടെ നടക്കൂ എൻ്റെ അടുത്ത്, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ പോയി ഫുഡ് ഉണ്ടാക്കുന്നു കഴിക്കുന്നു, അവർക്കെന്നെ കൈ പിടിച്ച് വയ്ക്കാൻ പറ്റൂല, നിങ്ങൾ കഴിക്കരുത്. ഒരാഴ്ച കഴിയുമ്പോഴല്ലേ എലിമിനേഷൻ വരുള്ളൂ അല്ലേ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അവിടെ നമുക്ക് ചെയ്യുന്ന എന്ത് പരിപാടി അവിടെ ചെയ്യാൻ പറ്റും. അവർക്കൊരു ഇത് ഉണ്ടെങ്കിൽ പോലുവേ നമ്മളെ മനസ്സിലായില്ലേ, അതാണ്. ഓക്കെ, ഇനി അഖിലിന്റെ വിശേഷങ്ങൾ പറയൂ. ഏതൊക്കെയാണ് പുതിയ ഇനിയിപ്പോ ഇറങ്ങാൻ പോകുന്നത്? പെണ്ണ് കേസ്, നിഖില വിമൽ ലീഡ് ചെയ്യുന്ന പടം പെണ്ണ് കേസ്, E4ന്റെ പടം. അത് എനിക്ക് തോന്നുന്നു നവംബർ ഫസ്റ്റ് വീക്ക് റിലീസാണ്. അത് കഴിഞ്ഞ് ഇറങ്ങാനുള്ളത് മാത്യു നായകനായിട്ടുള്ള സുഖമാണോ സുഖമാണോ എന്ന് പറഞ്ഞൊരു പടം. അത് കഴിഞ്ഞ് പിന്നെ വരാൻ പോകുന്നത് ഭീഷ്മർ, ഈസ്റ്റ് കോസ്റ്റ് സാറിന്റെ ഭീഷ്മർ, ധ്യാൻ ശ്രീനിവാസൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ പടം. മൂന്നാണ് ഇനിയിപ്പോ ബാക്ക് ടു ബാക്ക് റിലീസ് ആവാൻ പോകുന്നു. ഓക്കേ, ഫസ്റ്റ് പെണ്ണുകേസ് എന്ന് റിലീസ് നവംബർ ഫസ്റ്റ് വീക്ക്. അതന്നെ ഫിക്സ് ചെയ്തു അല്ലേ? അതെ, ആ പേരെന്താ അങ്ങനെ? പെണ്ണുകേസ്, അത് പെണ്ണുകേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീസർ ഓൾറെഡി വന്നതാണല്ലോ. പെണ്ണുകേസ് വേറെ ഒന്നുമല്ല, നിഖില ചീറ്റ് ചെയ്യുന്നതാണ് കുറെ ഭർത്താക്കന്മാരെ. നിഖിലക്ക് 6-7 ഭർത്താക്കന്മാരുണ്ട്, അങ്ങനത്തെ പരിപാടിയാണ്. അതായത് ഒരു ഫൺ, അതുവഴി ഒരു ലേഡിയുടെ ഒരു ജീവിതത്തിലെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലൂടെ പോയിട്ട് അങ്ങനെ പോകുന്ന ഒരു പരിപാടിയാണ്.
അത് നമുക്ക് പെണ്ണുകേസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിന്റെ പ്രൊമോഷൻ വരുമല്ലോ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആ സിനിമയെ കുറിച്ചും കഥകളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അന്ന് സംസാരിക്കാം. അപ്പൊ എന്തായാലും ബിഗ് ബോസ് കഫേയിൽ എത്തിയതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്ന രേണുവും സുധിച്ചേട്ടന്റെ വൈഫ് രേണു പിന്നെ അനുവാണ് ഇപ്പൊ ഉണ്ടായിരുന്നത്. അപ്പൊ രേണു പോയി, ഇപ്പൊ അനു മാത്രം നിൽക്കുന്നു. അനു ശരിക്കും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അവള് ഡിസേർവ് ചെയ്യുന്നുണ്ട് ഈ ഒരു കപ്പ്. അനു എങ്ങനെയാണ് പുറത്ത് ആൾക്കാരുടെ ഇടയിൽ ഇഷ്ടമുള്ളവരും ഉണ്ട്, മിക്സ്ഡ് ആണ്. അതിപ്പോ ഇഷ്ടമുള്ളവരും ഇഷ്ടമല്ലാത്ത അത് എല്ലാവർക്കും അങ്ങനെയാണല്ലോ. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് ഭക്ഷണം നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ പിന്നെ ഞാനിപ്പം എന്താണ് എനിക്കറിയാവുന്ന ഒരാള്, നമുക്ക് കൂടെ ഉണ്ടായിരുന്ന ഒരാള്, നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മളെ മാനസിക അല്ലെങ്കിൽ എന്താണ് ധാർമ്മിക ഉത്തരവാദിത്വമാണ്. അതിപ്പോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് വേറെ ഒന്നുമില്ല, മറ്റൊരാൾക്ക് ഇതിനാവാൻ വേണ്ടിയല്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമാണ്, നമ്മൾ അറിയാവുന്ന ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി നന്നായി അവിടെ നന്നായി കണ്ടാൽ നമുക്കല്ലേ നല്ലത്. തീർച്ചയായിട്ടും അവർക്ക് ഇപ്പൊ 50 ലക്ഷം കിട്ടിയാൽ നമുക്ക് 10 പൈസ കടന്നു ചോദിക്കാം, അവിടെ വരൂല ചോദിക്കാമല്ലോ. ഓക്കെ, എന്തായാലും അപ്പൊ അനുവിന് തന്നെ കപ്പ് കിട്ടട്ടെ അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, ശരി, താങ്ക് യു കേട്ടോ. താങ്ക് യു ഫോർ യുവർ ടൈം.